നിലമ്പൂരിൽ തുടരുകയല്ല പടരുകയാകും ചെയ്യുകയെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി NDA കൺവെൻഷന് തുടക്കമിട്ടു. ഇടത് വലത് മുന്നണികൾക്കെതിരെ തനി സിനിമാ സ്റ്റൈലിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ എണ്ണി പറഞ്ഞുള്ള വിമർശനം. നിലമ്പൂരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണെന്ന് വിമർശിച്ചുകൊണ്ടായിരുന്നു തുടക്കം തന്നെ. തുടരും എന്ന പരസ്യവാചകം ചിലർ ഉപയോഗിക്കുന്നതിനാൽ അതിന്റെ അന്തസ്സ് തന്നെ നഷ്ടപ്പെട്ടുവെന്ന് ഇടതുപക്ഷത്തിനെതിരെ പരിഹാസവും ഉന്നയിച്ചു. അതിനാൽ തുടരും എന്നതിനു പകരം പടരും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാനാണ് നേതാവിന്റെ ആഹ്വാനം. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ ഭരണം കേരളത്തിലേക്കും പടരും എന്നർത്ഥം. BJPയെ തോൽപ്പിക്കാൻ ഇടതു വലത് അവിഹിത സഖ്യം പലയിടത്തും പ്രവർത്തിച്ചു. അതിനെ അതിജീവിച്ചാണ് തൃശൂരിൽ വൻ വിജയം നേടിയത് എന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. PK കൃഷ്ണദാസ്, AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള നേതാക്കൾ അണിനിരന്ന കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകരും ഒഴുകിയെത്തി. അതേസമയം തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയ പോലെ നിലമ്പൂരിലും ലഭിക്കുമെന്നും നിലമ്പൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്ന പ്രചരണം തെറ്റാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP പ്രചരണത്തിൽ പിറകിലെന്ന ആക്ഷേപം എതിരാളികൾ കെട്ടിച്ചമയ്ക്കുന്നതാണ്. അതിന് അവർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ചു എന്നത് മ്ലേച്ഛമായ പരാമർശമാണ്. പലയിടങ്ങളിലും അവിശുദ്ധ സഖ്യമുണ്ടായിരുന്നു. പലതും വക്രീകരിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണമുണ്ടാക്കുന്നു. പൂരം കലക്കലും ചേമ്പും ഗോപി ആശാനും ഒക്കെ ഉണ്ടായത് ഇങ്ങനെയാണെന്ന് നേതാവ് തുറന്നടിച്ചു. നിലമ്പൂരിൽ സർക്കാർ കോളേജിന് ഭൂമി നൽകിയാൽ കേന്ദ്രം കെട്ടിടം ഉണ്ടാക്കുമെന്നും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു. UP മോഡൽ വികസനത്തോട് കേരളത്തിന് പുച്ഛമാണ്. UPയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ല. ഫെഡറലിസം ചില സമയത്ത് പിശാചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ ദേശീയപാത നിർമ്മാണത്തിൽ DPR മാറിയത് അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു. കേരളത്തിൽ മാത്രമാണ് ഇത്ര അധികം അണ്ടർപാസ് ഓവർപാസുകൾ ഉള്ളത്. ഭയപ്പാട് ദൂരീകരിക്കാൻ വലിയ അധ്വാനം വേണ്ടിവരും. മറ്റ് റീച്ചുകളിൽ അധിക ശ്രദ്ധയുണ്ടാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അതേസമയം നിലമ്പൂർ BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. കേരള കോൺഗ്രസ് മുൻ നേതാവാണ് മോഹൻ ജോർജ്. നിലവിൽ നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയാണ്. മാർത്തോമ സഭാ പ്രതിനിധിയും നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനിയുമാണ് ഇദ്ദേഹം. നിലവിൽ BJP അംഗമല്ലാത്ത മോഹൻ ജോർജ് താമസിയാതെ പാർട്ടി അംഗത്വം എടുക്കുമെന്നാണ് BJP വൃത്തങ്ങൾ നൽകിയ സൂചന. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാകും മോഹൻ ജോർജ് നിലമ്പൂരിൽ മത്സരിക്കുക. 47 വർഷമായി കേരള കോൺഗ്രസ് Bയിലെ സജീവ പ്രവർത്തകനാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ മോഹൻ ജോർജ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും യുവജന വിഭാഗത്തിന്റെയും സംസ്ഥാന നേതൃനിരയിലും മോഹൻ ജോർജ് പ്രവർത്തിച്ചിട്ടുണ്ട്. മാർത്തോമ സഭ കൗൺസിൽ അംഗം, മാർത്തോമ കോളേജ് കൗൺസിൽ അംഗം, ചുങ്കത്തറ മാർത്തോമ ചർച്ച് ഉപാധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP സ്ഥാനാർത്ഥിക്ക് താല്പര്യമില്ലെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു BJP കോർ കമ്മിറ്റിയുടെ തീരുമാനം. പകരം BDJSനോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മത്സരിക്കാനില്ലെന്ന് BDJS നേതൃത്വം അറിയിച്ചതോടെ BJP മത്സര രംഗത്ത് ഇറങ്ങണമെന്ന പ്രാദേശിക സമ്മർദ്ദം ശക്തമായി. ഇതിനു പിന്നാലെയാണ് BJP നേതൃത്വം മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്.